വന്ധ്യതയുടെ ബുദ്ധിമുട്ടായിട്ട് നമ്മളെ കാണാൻ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് അവരുണ്ടാവുക, ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവും. ഭാവിയിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ആവാൻ കഴിയില്ലേ, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവില്ലേ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ആങ്സൈറ്റിയിലാണ് അവരുണ്ടാവുക. അപ്പോൾ ഇത്തരം ദമ്പതികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ അസുഖങ്ങളാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PCOSും നമ്മുടെ ഈ സ്പേം റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഒക്കെ ആണെങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന നിലയിൽ കുഞ്ഞാവാനുള്ള ആ ഒരു താമസം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേര് അനുഭവിക്കുന്നതാണ്. എങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഓവറായിട്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുകയും കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയും കൂടുതൽ ആങ്ഷ്യസ് ആവുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു കുഞ്ഞുണ്ടാവാനുള്ള ആ ഒരു സാധ്യത വീണ്ടും വീണ്ടും വളരെ വിദൂരത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഇത് നീണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സ്ട്രെസ്സും ഇതിനൊരു കാരണമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരുമിച്ച് യാത്രകൾ പോവാം, ഒരുമിച്ച് സംസാരിച്ചിരിക്കാം, അങ്ങനെ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവുകയും അതിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കുറയുന്നത് കൊണ്ട് ആ ഒരു തടസ്സമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നീക്കാനായിട്ട് പറ്റും. ബാക്കിയൊക്കെ നമുക്ക് മരുന്ന് കൊണ്ടും മറ്റ് ഏടുകൾ കൊണ്ടൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലെ സ്ട്രെസ് ഒഴിവാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക.